Greetings in the wonderful name of our Lord and Savior Jesus Christ. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിൽ എൻ്റെ What a great honor and opportunity and a privilege to be with you today. നിങ്ങളോട് ഒരുമിച്ചായിരിക്കുന്നത് ഏറ്റവും വലിയ പദവിയായി ഞാൻ കണക്കാക്കുന്നു. I count it as a great blessing to be with the family of Jesus. യേശുക്രിസ്തുവിന്റെ കുടുംബത്തോടൊപ്പം ആയിരിക്കുന്നത് വലിയ സന്തോഷമായി ഞാൻ മനസ്സിലാക്കുന്നു. We belong to the greatest family. നാം ഏറ്റവും വലിയ കുടുംബത്തിലെ അംഗങ്ങളാണ്. We belong to the family of Jesus Christ. നാം യേശുക്രിസ്തുവിന്റെ കുടുംബത്തിലെ അംഗങ്ങളാണ്. You are my brother, you are my sister. നിങ്ങൾ എൻ്റെ സഹോദരനും എൻ്റെ സഹോദരിയുമാണ്. We might not have met ever in our life, നാം നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടുണ്ടാകില്ല. but we are one family. പക്ഷേ നാം ഒരു Because കുടുംബമാണ്. we are purchased by the blood of Jesus Christ. എന്തുകൊണ്ടെന്നാൽ നാം യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. And I'm so happy to be with you today. ഇന്ന് നിങ്ങളോട് ഒരുമിച്ചായിരിക്കുന്നത് എനിക്ക് വലിയ As സന്തോഷം. I say at the beginning of every message, this is the day that the Lord has made and we will rejoice. എല്ലാ സന്ദേശങ്ങൾക്കും പ്രാരംഭം എന്നവണ്ണം ഞാൻ പറയുന്നത് പോലെ ഇന്നും പറയുന്നു, ഇന്ന് യഹോവ ഉണ്ടാക്കിയ ദിവസം നാം സന്തോഷിച്ച് ഉല്ലസിക്കുക. You got to believe that this day God has made for you. നിങ്ങൾ അത് വിശ്വസിക്കണം. ഇന്നത്തെ ദിവസം ദൈവം നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. Made for you to have victory, for you to have success in your life. നിങ്ങൾക്ക് വിജയവും ഉയർച്ചയും ഉണ്ടാകുവാൻ ദൈവം ഉണ്ടാക്കിയ ദിവസമാണ് ഇന്ന്. Things might be looking dark and bleak, ഒന്നും പ്രകാശപൂരിതമായി ഇന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലായിരിക്കാം. but remember one thing, the one who has said that I will give you a reason to rejoice is with you. എന്നാൽ ഒരു കാര്യം നിങ്ങൾ അറിയണം, നിങ്ങൾക്ക് സന്തോഷിക്കാൻ കാരണം നൽകാമെന്ന് പറഞ്ഞവനാകുന്ന വിശ്വസ്തനായ ദൈവം നിങ്ങളോട് കൂടെ ഉണ്ട്. So don't look at your situation today, അതുകൊണ്ട് നിങ്ങളുടെ സാഹചര്യങ്ങളെ നോക്കി പ്രയാസപ്പെടരുത്. but look at God who has promised you blessings and a great future. എന്നാൽ നിങ്ങൾക്ക് അനുഗ്രഹവും ശോഭനമായ ഭാവിയും വാഗ്ദത്തം ചെയ്ത ദൈവത്തെ മാത്രം നോക്കുക. I know today you are here because you love Jesus and you love Indian Evangelical ഇന്ന് Team. നിങ്ങൾ ഞങ്ങളോട് കൂടെ ആയിരിക്കുന്നത് ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിനെ സ്നേഹിക്കുന്നത് കൊണ്ടും യേശുക്രിസ്തുവിനോടുള്ള അഭേദ്യമായ സ്നേഹം കൊണ്ടുമാണെന്ന് അറിയാം. As one of the leaders of Indian Evangelical Team, I want to thank you for your prayers, your supports and your generosity. ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിന്റെ ഒരു ലീഡർ എന്ന നിലയിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും കൂട്ടായ്മയ്ക്കും സഹകരണത്തിനുമുള്ള നന്ദി ഇധരണത്തിൽ നിങ്ങളെ ഓർപ്പിക്കുന്നു. You have helped us to transform many lives. അനവധി ജീവിതങ്ങൾ രൂപാന്തരം വരുത്തുവാൻ നിങ്ങൾ ഞങ്ങളെ സഹായിച്ചു. When I walk through the villages of North India, വടക്കേ ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ കൂടെ ഞാൻ സഞ്ചരിക്കും. I hear the stories of people who have quit alcohol, people who have stopped beating their wife, people who have left all kinds of criminal activities. മദ്യപാന ആസക്തിയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവരെ കുറിച്ച്, കുടുംബസമാധാനം ഉണ്ടായവരെ കുറിച്ച്, കുറ്റവാസത്തിൽ നിന്ന് മോചനം പ്രാപിച്ചവരെ കുറിച്ചുള്ള അനവധി സാക്ഷ്യങ്ങളെ കേൾക്കുവാൻ ഇടയായി. It all happened because we work together and we pray together. ഇതിങ്ങനെ സംഭവിക്കുവാൻ കാരണം നാം ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ടും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് കൊണ്ടുമാണ്. Let's continue to bless our nation India. നമ്മുടെ രാഷ്ട്രത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. And if you have any prayer requests, നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പ്രാർത്ഥനാ വിഷയങ്ങൾ you are going through some challenges and crisis in your life, നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങൾ കൂടെ പ്രതിസന്ധികൾ കടന്നു പോകുന്നു, please do not hesitate to call us on these numbers or WhatsApp us. ഈ താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ ബന്ധപ്പെടുവാൻ ഒരിക്കലും മടിക്കരുത്. We have a strong prayer group. ഞങ്ങൾക്ക് ശക്തമേറിയ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പുണ്ട്. They will pray for you for next 30 days. അടുത്ത 30 ദിവസത്തേക്ക് നിങ്ങൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. And I want to assure you that our prayer group and our office prays for you each day. എനിക്ക് നിങ്ങളോട് ഉറപ്പായും പറയാൻ കഴിയുന്ന ഒരു കാര്യം, എല്ലാ ദിവസവും ഞങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പും ഞങ്ങളുടെ ഓഫീസും നിങ്ങളെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. Last 3 weeks we had been studying from the life of David. കഴിഞ്ഞ 3 ആഴ്ചകളായി നാം ദാവീദിന്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. We have been studying from one verse in the Bible. വേദപുസ്തകത്തിലെ ഒരു വാക്യത്തിൽ നിന്നാണ് നാം ചിന്തിച്ചത്. Very small ordinary statement of David. വളരെ ലളിതമായ ദാവീദിന്റെ ഒരു പ്രസ്താവന, very simple statement yet very powerful. വളരെ ലളിതമായ ഒരു പ്രസ്താവന, എന്നാൽ വളരെ ശക്തമേറിയതും ആഴമേറിയതുമായ അർത്ഥമാണ്. If you haven't heard those 3 messages of the last 3 weeks, I encourage you to go back to it and listen to those കഴിഞ്ഞ messages. 3 ആഴ്ചയിലെ സന്ദേശങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ല എങ്കിൽ അത് കേൾക്കുവാൻ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു. First 2 Samuel chapter 3 verse 39. 2 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 39-ാമത് വാക്യം. I am weak today, but I'm anointed. ഞാൻ ബലഹീനനാണ്, എന്നാൽ രാജാഭിഷേകം This പ്രാപിക്കപ്പെട്ടവനാണ്. is the statement David made when he was the king of Judah. യഹൂദയുടെ രാജാവായിരിക്കുമ്പോഴാണ് ദാവീദ് ഈ പ്രസ്താവന നടത്തുന്നതായി നാം കാണുന്നത്. He has not accomplished what God has called him to actually.
ദൈവം തന്നെ വിളിച്ചതായ കാര്യത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് ദാവീദ് വരെ വന്നു But he ചേർന്നു. has been facing challenges and all kinds of oppositions. എന്നാൽ തന്റെ ജീവിതത്തിൽ എല്ലാ തരത്തിലുള്ളതായ പ്രതിസന്ധികളും എതിരുകളും നേരിടുകയാണ്. He is feeling weak himself. അവൻ തന്നെ ബലഹീനനായി തോന്നുകയാണ്. He is seeing conspiracies and he is seeing people standing against him. അവൻ തനിക്ക് ചുറ്റും ആളുകൾ വിരോധമായി നിൽക്കുന്നതും ഗൂഢാലോചനകളെയും കുറിച്ച് കാണുന്നു. And he feels that he is really weak and he is not able to go forward. ദാവീദിന് തനിക്ക് മുൻപോട്ട് പോകുവാൻ കഴിയാത്ത പ്രയാസം നിറഞ്ഞൊരു അനുഭവത്തെ I'm നേരിടുന്നു. sure every one of us have gone through this phase of our life. നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള അനുഭവങ്ങൾ കൂടെ നാം കടന്നു പോകുന്ന സാഹചര്യങ്ങൾ വന്നിട്ടുണ്ട്. There are seasons in our life where we go to the lowest point of our life and we feel weak. നാമും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും താഴ്ചയുടെ അനുഭവങ്ങൾ കൂടെ കടന്നുപോയ ജീവിത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. But what is David saying even in that time? ഈ ഒരു അവസരത്തിൽ ദാവീദ് എന്താണ് പറയുന്നത്? He's saying that I'm weak today, but I know I have an anointing. ഞാൻ വളരെ ബലഹീനനാണ്, പക്ഷെ എനിക്കൊരു കാര്യത്തിൽ ബോധ്യമുണ്ട്, ഞാൻ അഭിഷിക്തനാണ്. David is emphasizing the importance of anointing. ദാവീദ് അഭിഷേകത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. He is relying not on anything of this world, but he is relying on the anointing that he has from the Heavenly Father. ഈ ലോകത്തിന്റെ ഒന്നിലുമല്ല ദാവീദ് ആശ്രയിക്കുന്നത്, മറിച്ച് തന്റെ ദൈവത്തിൽ നിന്ന് താൻ പ്രാപിച്ച അഭിഷേകത്തെയാണ്. See, this is very interesting. ഇത് വളരെ താല്പര്യജനകമാണ്. David is not saying I am weak, but I got an army. ദാവീദ് പറയുന്നത് ഞാൻ ബലഹീനനാണ്, പക്ഷെ എനിക്കൊരു സൈന്യമുണ്ട് എന്നല്ല. He is not saying I am weak, but I have some people who are ready to fight for me. ദാവീദ് പറയുന്നത് ഞാൻ ബലഹീനനാണ്, പക്ഷെ എനിക്ക് ഒരു കൂട്ടം ആളുകളുണ്ട് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാൻ എന്നല്ല. He's not saying I'm weak, but I have faithful people and I have chariots and horses and I can overcome this. ദാവീദ് പറയുന്നത് ഞാൻ ബലഹീനനാണ്, പക്ഷെ എനിക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ആളുകളും രഥങ്ങളും കുതിരകളും ഉണ്ട് But എന്നല്ല. what is he saying? എന്താണ് ദാവീദ് I പറയുന്നത്? am weak today, ഞാൻ ബലഹീനനാണ് ഇന്ന്, but I'm not counting on anything of this world. എന്നാൽ ഞാൻ ഈ ലോകത്തിന്റെ ഒന്നിലുമല്ല ആശ വെക്കുന്നത്. I know all these things can fail me, എനിക്കറിയാം ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെയും എന്നെ തോൽപ്പിക്കുവാൻ കഴിയും. but the anointing that I'm carrying, പക്ഷേ ഞാൻ വഹിക്കുന്ന it അഭിഷേകമുണ്ടല്ലോ, is not going to let me down. അത് ഒരിക്കലും എന്നെ തോൽപ്പിക്കുന്നതല്ല. This anointing will keep me going forward. ഈ അഭിഷേകം, എന്നിൽ വ്യാപരിക്കുന്ന അഭിഷേകനെ മുൻപോട്ട് This കൊണ്ടുപോകുന്നതാണ്. anointing will turn my weakness into my strength. ഈ അഭിഷേകം എന്റെ ബലഹീനതയെ മാറ്റി ശക്തനാക്കി തീർക്കുന്നതാണ്. Today I am weak, ഇന്ന് ഞാൻ ബലഹീനനാണ്, but I have an anointing. പക്ഷെ എനിക്ക് എന്നിൽ വ്യാപരിക്കുന്ന What is അഭിഷേകമുണ്ട്. the anointing I'm carrying? എന്ത് അഭിഷേകമാണ് ഞാൻ വഹിക്കുന്നത്? I'm carrying the anointing to become the king of Israel. ഇസ്രായേലിന്റെ രാജാവായി തീരുവാനുള്ള അഭിഷേകമാണ് എന്റെ മേൽ ഉള്ളത്. So in this journey of mine to become the king of Israel, ഇസ്രായേലിന്റെ രാജാവായി തീരുക എന്നുള്ള ഈ യാത്രയിൽ there will be seasons that I will go through dark phases. ഞാൻ എന്റെ ജീവിതത്തിന്റെ ഇരുണ്ട അനുഭവങ്ങൾ കൂടെ കടന്നു പോകേണ്ടി വരുന്ന ജീവിത സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. I have faced the lions, I have faced the bear, ഞാൻ കരടിയെ നേരിട്ടിട്ടുണ്ട്, ഞാൻ സിംഹത്തെയും I have നേരിട്ടിട്ടുണ്ട്, faced the giant, ഞാൻ മല്ലനെ നേരിട്ടിട്ടുണ്ട്, I have faced Saul and his entire army, ഞാൻ ശൗലിനെയും അവന്റെ മുഴു സൈന്യത്തെയും നേരിടേണ്ടി I വന്നിട്ടുണ്ട്, have faced the attack at Ziklag, ഞാൻ സിക്ലാഗിൽ ശത്രുക്കളാൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, I have even gone and fought against the Amalekite, ഞാൻ അമാലക്കിനെതിരെ പോയി യുദ്ധം ചെയ്തിട്ടുണ്ട്. and I succeeded through all these seasons of my life, not because of any of my strength, but because of the anointing that God has put upon my life. ഇങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളൊക്കെയും ഞാൻ ജയിച്ചത് എൻ്റെ കഴിവ് കൊണ്ടോ ശക്തി കൊണ്ടോ അല്ല, മറിച്ച് എന്നിൽ ഉള്ള ദൈവത്തിന്റെ അഭിഷേകത്താൽ അത്രേ. So what is David trying to teach us today? എന്താണ് ദാവീദ് നമ്മെ ഇന്ന് പഠിപ്പിക്കുന്നത്? David is saying when you go through different seasons of your life, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ വിവിധ അനുഭവങ്ങൾ കടന്നു പോകേണ്ടി വരുമ്പോൾ don't worry about them, don't look at them and don't give them too much of importance. അങ്ങനെയുള്ള സാഹചര്യങ്ങളെ നോക്കി നിൽക്കരുത്, അതിന് വലിയ പ്രാധാന്യം നിങ്ങളുടെ ജീവിതത്തിൽ കൊടുക്കരുത്. But rather focus on the call of God that is upon your life. മറിച്ച് നിങ്ങളുടെ മേലുള്ള ദൈവത്തിന്റെ വിളിയെ ശ്രദ്ധയോടെ നോക്കുക. Focus on the anointing that has been given upon your life. നിങ്ങളുടെ മേൽ ദൈവം പകർന്ന അഭിഷേകത്തെ ശ്രദ്ധയോടെ കരുതുക. Because the devil wants to break your anointing. ശത്രുവിന് നിങ്ങളുടെ അഭിഷേകത്തെ തകർത്ത് കളവാനാണ് ഇച്ഛ. He knows the only way he can stop you from becoming a successful person is by breaking your anointing. നിങ്ങൾ വിജയാളിയായി തീരുന്നത് തടയുക എന്നുള്ളതിന് ശത്രുവിന്റെ പദ്ധതി എന്ന് പറയുന്നത് നിങ്ങൾ അഭിഷേകത്തെ തകർത്ത് കളയുക എന്നുള്ളതാണ്.
Paul says to Timothy in the letter to Timothy, പൗലോസ് തിമോത്തിയോസിനെ തന്റെ ലേഖനത്തിൽ കൂടി ഇങ്ങനെ ഓർപ്പിക്കുന്നു, a spiritual father writing to his spiritual son, ആത്മിക പിതാവ് തന്റെ ആത്മിക മകന് എഴുതുന്നത്, giving him lot of teachings and advices. തിമോത്തിയോസിന് അനവധി പാഠങ്ങളും ഉപദേശങ്ങളും നൽകുകയാണ്. And in one of those advices, Paul mentions like this, അങ്ങനെയുള്ള ഒരു ഉപദേശത്തിൽ പൗലോസ് ഇങ്ങനെ ഓർപ്പിക്കുന്നു, Timothy, be careful and guard your anointing. തിമോത്തിയോസേ, നിന്നുള്ള അഭിഷേകത്തെ, കൃപാവരത്തെ So we സൂക്ഷിക്കണം. got to be the people who will guard our anointing more than anything else. നാമും നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അഭിഷേകത്തെ വളരെ കാര്യമായി സൂക്ഷിക്കുന്നവരായിരിക്കണം. No matter what's happening today around us, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് there might be നോക്കരുത്. lions and bears. ഇന്ന് ഒരുപക്ഷെ സിംഹവും കരടിയും നമുക്ക് വിരോധമായി There might be നിൽക്കുന്നുണ്ടാകാം. giants standing in front of us. മല്ലന്മാർ നമുക്ക് വിരോധമായി എഴുന്നേറ്റിട്ടുണ്ടാകാം. But the one who has called us, the one who has anointed us faithful to make that anointing to be fulfilled and to be accomplished. നമ്മെ വിളിച്ചവൻ, നമ്മെ വേർതിരിച്ചവൻ ആ അഭിഷേകത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം ശക്തനാണെന്ന് അറിയുക. In this verse, David is standing in front of everybody and in boldness he's saying, I am weak but I am anointed. ഈ വാക്യത്തിൽ ദാവീദ് എല്ലാവരുടെ മുൻപിൽ നിന്നുകൊണ്ട് ഇങ്ങനെ പറയുകയാണ്, ഇന്ന് ഞാൻ ബലഹീനനാണ്, പക്ഷേ ഞാൻ രാജാഭിഷേകം I am weak but പ്രാപിക്കപ്പെട്ടവനാണ്. I'm anointed. ഞാൻ ബലഹീനനാണ്, പക്ഷേ അഭിഷിക്തനാണ്. Your anointing gives you boldness. നിങ്ങളുടെ അഭിഷേകം നിങ്ങൾക്ക് ധൈര്യത്തെ പ്രദാനം Your ചെയ്യുന്നു. anointing will help you to accomplish impossible into possible in your life. നിങ്ങളുടെ അഭിഷേകം അസാധ്യതകളെ സാധ്യമാക്കി തീർക്കുവാൻ കഴിവുള്ളതാണ്. Many things that you think you can never do it, with your anointing you will be able to do it. പല കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് നിരൂപിക്കുന്നതായ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം നിങ്ങൾ വ്യാപരിക്കുന്ന അഭിഷേകത്തിന് In many ശക്തിയുണ്ട്. places your money, your intellectual power, your strength will fail you, and that is the time the anointing is that going to lead you forward into success. പല അവസരത്തിലും നമ്മുടെ ധനവും നമ്മുടെ സാമർഥ്യവും നമ്മെ തോൽവിയിലേക്ക് നയിക്കും, പക്ഷേ നമ്മിൽ വീണിരിക്കുന്ന അഭിഷേകത്തിന് നമ്മെ ജയാളിയാക്കി തീർക്കുവാൻ കഴിയുന്നതാണ്. In the book of 1 Kings chapter 17, ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 17-ാം we അധ്യായം read പഠിക്കുമ്പോൾ about a man who's standing in front of King Ahab. ആഹാബിന്റെ മുൻപിൽ നിൽക്കുന്നതായ ഒരു മനുഷ്യനെ കുറിച്ച് നാം വായിക്കുന്നു. Nobody knew anything about this man before he stood in front of the king. രാജാവിന്റെ മുൻപിൽ നിൽക്കുന്നതിന് മുൻപേ ഈ മനുഷ്യനെ കുറിച്ച് ആരും We കേട്ടിട്ടില്ല. don't know about his childhood. We don't know where he came from. We don't know his family. Nothing we know. All we know is here is a man who's coming and standing in front of the king to declare something. ഈ മനുഷ്യന്റെ കുടുംബത്തെക്കുറിച്ചോ കുട്ടിക്കാലത്തെക്കുറിച്ചോ മറ്റു യാതൊന്നും നമുക്കറിയില്ല. പെട്ടെന്ന് രാജാവിന്റെ മുൻപാകെ വന്ന് നിൽക്കുന്നതായി നാം കാണുന്നു. It is like a hero in the movie appears. He's just appearing right in front of the king. ഇത് മൂവികളിലെ നായകന്മാരെ പോലെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വന്ന് നിൽക്കുകയാണ്. So here is Elijah standing right in front of King Ahab. ആഹാബ് രാജാവിന്റെ മുൻപാകെ ഏലിയ പ്രവാചകൻ നിൽക്കുന്നു. And we all know about this king. നമുക്ക് ഈ രാജാവിനെ കുറിച്ച് അറിയാം. The most wicked king Israel has ever seen. ഇസ്രയേലിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും മോശമായ ഒരു രാജാവ്. He was merciless and ruthless man. അവൻ കരുണയില്ലാത്ത ദയയില്ലാത്ത And രാജാവായിരുന്നു. so it would take lot of strength and lot of boldness to go and stand in front of this king. അങ്ങനെയുള്ള രാജാവിന്റെ മുൻപാകെ ചെന്ന് നിൽക്കണമെങ്കിൽ അസാധാരണമായ ധൈര്യം ആവശ്യമാണ്. But Elijah goes and just stands there. എന്നാൽ ഏലിയാവ് അവന്റെ മുൻപാകെ നിൽക്കുകയാണ്. And what is Elijah saying to him? എന്താണ് ഏലിയാവ് രാജാവിനോട് പറയുന്നത്? Listen, king. രാജാവെ കേൾക്കുക, I stand here in the name of the Lord God. ഞാൻ നിന്റെ മുൻപാകെ യഹോവയായ കർത്താവിന്റെ നാമത്തിൽ നിൽക്കുന്നു. I'm standing here in the name of the Lord God. ഞാൻ യഹോവയായ കർത്താവിന്റെ നാമത്തിൽ നിന്റെ മുൻപാകെ നിൽക്കുന്നു. And he's saying, അവൻ ഇങ്ങനെ പറയുന്നു, the God in front of whom I'm standing right now. ഞാൻ ആരുടെ നാമത്തിലാണോ നിന്റെ മുൻപാകെ നിൽക്കുന്നത്. That means what is he saying? അതിന്റെ അർത്ഥം എന്താണ്? I'm standing with the anointing of God right now. ഞാൻ നിന്റെ മുൻപാകെ നിൽക്കുന്ന ദൈവത്തിന്റെ അധികാരത്താൽ അഭിഷേകത്താലാണ്. And he's saying to the king അവൻ രാജാവിനോട് ഇങ്ങനെ പറയുന്നു, that no rain and no dew will fall upon this place except my word. ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ദേശത്ത് പെയ്യുകയില്ല എന്ന് ഉറക്കെ An പ്രഖ്യാപിക്കുന്നു. ordinary man going and standing in front of the most wicked king and telling him bad things about his kingdom. എന്തൊരു ധൈര്യമാണിത്! സാധാരണക്കാരനായ ഒരുവൻ ഈ ദുഷ്ടനായ രാജാവിന്റെ മുൻപാകെ ചെന്ന് നിന്നൊരു പ്രഖ്യാപനം നടത്തുന്നത്.
Elijah could have said to God, God, I cannot do it because the moment I say this, he will behead me. ഒരുപക്ഷെ ഏലിയാവിന് ഇങ്ങനെ ദൈവത്തോട് പറയാൻ, ദൈവമേ ഇത് പറയാൻ എന്നെ കൊണ്ട് സാധ്യമല്ല, ഞാൻ രാജാവിന് മുമ്പാൽ ചെന്നാൽ അവൻ എന്നെ തലവെട്ടിക്കളയും. You are talking something anti-nation. ഞാൻ പ്രഖ്യാപിക്കാൻ പോകുന്നത് രാജ്യവിരുദ്ധമായ കാര്യമാണ്. And so if you will talk something anti-national in front of the head of the nation, you are in trouble. നിങ്ങൾ രാജ്യവിരുദ്ധമായ ഒരു കാര്യം രാജ്യം ഭരിക്കുന്നവരുടെ മുൻപാകെ പറഞ്ഞാൽ നിങ്ങൾ ഒരു But പ്രശ്നത്തിലകപ്പെടും. this man is not worried. എന്നാൽ ഏലിയാവ് ഇവിടെ ഭയപ്പെടുന്നേയില്ല. He's standing there with boldness and saying this. അവൻ വളരെ ധൈര്യത്തോടെ രാജാവിന് മുമ്പാകെ Why പ്രഖ്യാപിക്കുകയാണ്. is saying this with boldness? എന്തുകൊണ്ടാണ് ധൈര്യത്തോടെ ഇത് പ്രഖ്യാപിക്കുന്നത്? Because he is carrying an anointing. എന്തുകൊണ്ടെന്നാൽ ഏലിയാവ് വഹിക്കുന്ന ഒരു He അഭിഷേകമുണ്ട്. is weak, but he's anointed. അവൻ ബലഹീനനാണ്, പക്ഷേ അവൻ അഭിഷേകം He's an പ്രാപിക്കപ്പെട്ടവനാണ്. ordinary man, but he's anointed. അവനൊരു സാധാരണക്കാരനാണ്, പക്ഷേ ദൈവത്തിന്റെ വിളി He's standing ലഭിക്കപ്പെട്ടവനാണ്. in front of a mighty and a cruel king who can even take his life, but he is anointed. അവൻ അഭിഷിക്തനായതുകൊണ്ടാണ് ക്രൂരനായ തന്റെ തലയെടുത്ത് കളയാൻ കഴിയുന്ന ഈ രാജാവിന്റെ മുൻപാകെ ഇങ്ങനെ Do you നിൽക്കുന്നത്. understand what I'm trying to tell you today? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഞാൻ എന്താ പറയുന്നത് എന്ന്? The Holy Spirit, the anointing of the Lord will give you the strength and the boldness to speak what God wants you to speak. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ശക്തി തരും, നിങ്ങളുടെ അഭിഷേകം നിങ്ങളെ പ്രാപ്തനാക്കും രാജാവിന്റെ You മുൻപാകെ might be നിൽക്കുവാൻ. thinking you are weak today. ഒരുപക്ഷെ നിങ്ങൾ ബലഹീനനാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം You ഇന്ന്. cannot achieve anything in your life. നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും നേടുവാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല. But if you will carry anointing, എന്നാൽ നിങ്ങളുടെ അഭിഷേകത്തെ if വഹിക്കുന്നുവെങ്കിൽ, you are an anointed man or a woman of God, നിങ്ങൾ അഭിഷേകം പ്രാപിക്കപ്പെട്ട ഒരു സഹോദരന you സഹോദരിയെങ്കിൽ don't have to worry. God will lead you forward and will help you to accomplish what He has called you നിങ്ങൾ for. ഒന്നും ഓർത്ത് കലങ്ങി പോകേണ്ടതില്ല. നിങ്ങളെ മുൻപോട്ട് നയിക്കുന്ന ലക്ഷ്യപ്രാപ്തിയിലേക്ക് കൊണ്ടുപോകുന്ന വിശ്വസ്തനായ ദൈവം നിങ്ങളുടെ വലങ്കരം പിടിച്ചിരിക്കുന്നു. God has called you for greater things. ദൈവം നിങ്ങളെ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി But you വിളിച്ചിരിക്കുന്നു. got to believe and move forward. നിങ്ങൾ അത് വിശ്വസിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. David is saying, this is not the end of my life. ദാവീദ് പറയുന്നു, ഇതല്ല എന്റെ ജീവിതത്തിന്റെ അനുഭവം. This weakness is all right, but this is not the end of my life. ഈ ബലഹീനത ഒരുപക്ഷെ യാഥാർത്ഥ്യമാകാം, പക്ഷെ ഇതല്ല എന്റെ അവസാനം. This weakness is all right, but this is not a full stop. ഞാൻ ബലഹീനനായിരിക്കാം, പക്ഷെ ഇതല്ല എന്റെ അവസാനം നിശ്ചയിക്കുന്നത്. This weakness is all right, but it is not going to pull me backward. ഈ ബലഹീനത ഒരു യാഥാർത്ഥ്യമാണ്, പക്ഷെ അത് ഒരിക്കലും എന്നെ പുറകോട്ട് This വലിക്കില്ല. weakness is all right, but it's not going to discourage me. ഈ ബലഹീനത ഒരു യാഥാർത്ഥ്യമാണ്, പക്ഷെ അത് ഒരിക്കലും എന്നെ Because നിരാശപ്പെടുത്തുകയില്ല. even in my weakness, I am strengthening and encouraging myself, looking at the anointing that I ഈ carry. ബലഹീനതയുടെ നടുവിലും ഞാൻ ശക്തി പ്രാപിക്കുന്നു, ബലം പ്രാപിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ എന്നിൽ വ്യാപരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്. You got to be somebody who will look beyond your problems. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അപ്പുറത്തേക്ക് കാണുവാൻ കഴിയുന്ന വിശ്വാസത്തിന്റെ കണ്ണുള്ളവരായിരിക്കണം നാം. You got to look at the anointing that you are carrying. നാം വഹിക്കുന്ന അഭിഷേകത്തെ Our God is a നോക്കുന്നവരായിരിക്കണം. faithful God. നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. If you will walk faithfully even in midst of your weakness and in your crisis, my God will strengthen you to accomplish the anointing that God has put upon your life. നിങ്ങളുടെ പ്രതിസന്ധികളുടെ നടുവിലും ബലഹീനതയുടെ നടുവിലും വിശ്വസ്തയോടെ നടക്കുന്നു എങ്കിൽ നിങ്ങളെ ശക്തീകരിക്കുന്ന, ബലപ്പെടുത്തുന്ന ഒരു ദൈവം നമ്മോട് Do you കൂടെയുണ്ട്. know what is the impact of anointing? നിങ്ങൾക്കറിയാമോ അഭിഷേകത്തിന്റെ പ്രാധാന്യം എന്താണെന്ന്? You know, it is beyond any description. അത് വിവരിക്കുവാൻ കഴിയുന്നതിനും അപ്പുറമാണ്. The impact of anointing is indescribable. അഭിഷേകത്തിന്റെ അനന്തര ഫലം വർണ്ണനാതീതമാണ്. I'll give you an example. നിങ്ങൾക്കൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. There was a fisherman. ഒരു മുക്കുവനുണ്ടായിരുന്നു. He was illiterate, അവൻ വിദ്യാഭ്യാസമില്ലാത്തവനായിരുന്നു. maybe not good looking, കാണാൻ സുന്ദരനല്ല, very ordinary man. വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ. But we read about him in the book of Acts. പക്ഷേ നാം അപ്പോസ്തല പ്രവൃത്തിയിൽ അവനെ കുറിച്ച് Yes, വായിക്കുന്നു. you got it right. I'm talking about Peter. അതെ, നിങ്ങൾ അത് മനസ്സിലാക്കി. ഞാൻ പത്രോസിനെ കുറിച്ചാണ് പറയുന്നത്. Peter was a fisherman and an illiterate person. പത്രോസ് ഒരു മുക്കുവനാണ്, വിദ്യാഭ്യാസവുമില്ല. Very ordinary man, did not have any skill other than fishing. വളരെ സാധാരണക്കാരനായ മനുഷ്യൻ, മീൻ പിടിക്കാനല്ലാതെ മറ്റൊന്നും അറിയാത്തൊരുവൻ. In fact, he was a man who carried fear with him. വളരെ ഭയം നിറഞ്ഞവനായ ഒരു മനുഷ്യൻ, Very timid man. ഭീരുത്വം ഉള്ളിലുള്ള മനുഷ്യൻ. We read in the Gospels. നാം സുവിശേഷത്തിൽ അത് വായിക്കുന്നുണ്ട്. He denied Jesus 3 times. യേശുക്രിസ്തുവിനെ 3 പ്രാവശ്യം തള്ളി But പറഞ്ഞു. when the anointing came upon him, പക്ഷേ അവനിൽ അഭിഷേകം വ്യാപരിച്ചപ്പോൾ you know what he did? അവൻ എന്താ ചെയ്തെന്ന് നിങ്ങൾക്ക് അറിയാമോ?
This illiterate man, when he stood in the market square, വിദ്യാഭ്യാസമില്ലാത്ത പത്രോസ് ഈ ജനസമൂഹത്തിന്റെ നടുവിൽ നിൽക്കുമ്പോൾ one message, 3,000 people came to Jesus. ഒറ്റ പ്രസംഗം 3000 പേർ യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചു. Another message, 5,000 people came to Jesus. മറ്റൊരു പ്രസംഗം 5000 പേർ യേശുവിലേക്ക് വന്നു. Even Peter 3 years back could have never imagined that he could stand in the market square and preach, and 3,000 and 5,000 people would come to Jesus. ഒരുപക്ഷെ 3 വർഷങ്ങൾക്ക് മുൻപ് ചിന്തിക്കുവാൻ പോലും പത്രോസിന് കഴിയില്ല ഈ വലിയ ജനസമൂഹത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുക, അവരെ അഭിസംബോധന ചെയ്യുക എന്ന് പറയുന്ന കാര്യം. Listen this. ഇത് ശ്രദ്ധയോടെ കേൾക്കണം. Peter was not doing this with any of his skill and experience, but he was doing it with the anointing of God upon his life. പത്രോസ് ഈ പ്രസംഗം ചെയ്യുന്നത് തന്റെ കഴിവിനനുസരിച്ചല്ല, മറിച്ച് തന്നിൽ വ്യാപരിച്ച പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൊണ്ടും അഭിഷേകം Jesus said കൊണ്ടുമാണ്. to Peter like this. യേശു കർത്താവ് പത്രോസിനോട് ഇങ്ങനെ പറഞ്ഞു, You are the rock on which I will build my church. നീ പത്രോസ് ആകുന്നു, ഞാൻ ഈ പാറമേൽ And what is Peter doing now? എന്താണ് പത്രോസ് ഇപ്പോൾ ചെയ്യുന്നത്? He's just carrying that anointing. അവൻ അഭിഷേകത്തെ വഹിക്കുകയാണ്. He recognized the anointing that is upon him. അവന്റെ മേൽ വീണതായ അഭിഷേകത്തെ അവൻ തിരിച്ചറിയുന്നു. Peter might be saying like this. പത്രോസ് ഒരുപക്ഷെ ഇങ്ങനെ പറയുന്നുണ്ടാകാം, Yes, I know I'm a fisherman. എനിക്കറിയാം ഞാൻ ഒരു മുക്കുവനാണ്. Yes, I know I'm illiterate. എനിക്കറിയാം ഞാൻ Yes, I വിദ്യാഭ്യാസമില്ലാത്തവനാണ്. know I'm not a good orator. എനിക്കറിയാം ഞാൻ നല്ലൊരു പ്രസംഗകനല്ല. But I have an anointing. പക്ഷെ എന്നിൽ വ്യാപരിക്കുന്ന ഒരു And when അഭിഷേകം. I stand and preach in that anointing, something will happen in the spiritual realm. ഞാൻ ആ അഭിഷേകത്തിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ ആത്മിക മണ്ഡലത്തിൽ ചില നടക്കുമെന്ന് ഞാൻ അറിയുന്നു. And then what happened? പിന്നെ എന്താണ് സംഭവിക്കുന്നത്? Peter would walk through the street. അവൻ തെരുവിതിൽ കൂടെ നടക്കുമ്പോൾ People will bring sick and lame and demon possessed people. രോഗികളെയും ഭൂതഗ്രസ്തരായ ആളുകളെയും They കൊണ്ടുവരും. would be on the either side of the road. വഴിയുടെ രണ്ട് വശങ്ങളിലും അവരെ നിർത്തും. Peter is not touching any one of them. പത്രോസ് ആരെയും തൊടുന്നില്ല. He's not praying for any one of them. അവർക്ക് വേണ്ടി He's പ്രാർത്ഥിക്കുന്നുമില്ല. just walking through that street. ആ വഴിയിൽ കൂടെ നടന്നു പോകുക മാത്രം And the ചെയ്യുകയാണ്. anointing does the rest. അവനുള്ള അഭിഷേകമാണ് ബാക്കി കാര്യങ്ങളെ The ചെയ്യുന്നത്. Bible says like this. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, Everyone on whom the shadow of Peter fell, they were healed and they were delivered. ആരുടെയൊക്കെ മേൽ പത്രോസിന്റെ നിഴൽ വീണു അവരൊക്കെയും വിടുതൽ പ്രാപിച്ചു, സൗഖ്യമുള്ളവരായി തീർന്നു. Brother, sister, this excites me. സഹോദര സഹോദരി, ഇത് വളരെ സന്തോഷജനകമാണ്. I don't know about you, but it really excites me. നിങ്ങളെ കുറിച്ച് എനിക്കറിയത്തില്ല, പക്ഷെ ഇത് വളരെ സന്തോഷജനകമാണ് എന്നെ സംബന്ധിച്ച്. Anointing will use you in a mighty way. അഭിഷേകം നിങ്ങളെ വളരെ ശക്തമേറിയ നിലയിൽ You might be a person who cannot imagine that you can do this, but with anointing you can do everything in Christ. ഒരു പക്ഷേ നിങ്ങളെ കൊണ്ട് ഒന്നിനും കഴിയത്തില്ല എന്ന് നിരൂപിക്കുന്ന വ്യക്തിയായിരിക്കാം, എന്നാൽ അഭിഷേകത്തിന് ഇത് ചെയ്യുവാൻ And കഴിയും. then we read something interesting in the 12th chapter of Acts. 12ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ വീണ്ടും രസകരമായ ഒരു കാര്യം നാം കാണുന്നു. King Herod arrests Peter. ഹെരോദ് രാജാവ് പത്രോസിനെ ഇപ്പോൾ ജയിലിലാക്കിയിരിക്കുകയാണ്. He is in the prison, പത്രോസ് ഇപ്പോൾ guarded ജയിലറയ്ക്കുള്ളിലാണ്. by 16 soldiers. ഏറ്റവും കുറഞ്ഞത് 16 പടയാളികൾ കാവൽ ചെയ്യുന്ന. Probably next day he's going to be killed. ഒരുപക്ഷെ പിറ്റേ ദിവസം താൻ കൊല്ലപ്പെടാൻ പോകുകയാണ്. But what is Peter doing? എന്നാൽ പത്രോസ് എന്താണ് ചെയ്യുന്നത്? The Bible says he's sleeping. ദൈവത്തിന്റെ വചനം പറയുന്നു പത്രോസ് This ഇപ്പോൾ is ഉറങ്ങുകയാണ്. interesting. ഇത് വളരെ രസകരമല്ലേ? The one who is going to be killed tomorrow is sleeping. നാളെ കൊല്ലപ്പെടാൻ പോകുന്ന ഒരുവൻ സുഖമായി ഉറങ്ങുന്നു. I think this cannot happen. ഞാൻ വിശ്വസിക്കുന്നു ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുകയില്ല. You cannot sleep if you're going to die tomorrow morning. നാളെ മരിക്കാൻ പോവുകയാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഇന്ന് ഉറങ്ങാൻ കഴിയില്ല. But Peter is sleeping. പക്ഷേ പത്രോസ് നന്നായി Why? ഉറങ്ങുകയാണ്. എന്തുകൊണ്ടാണ്? Because he knows that no power of the universe can take his life away right now, because he's carrying an anointing. എന്തുകൊണ്ടെന്നാൽ പത്രോസിന് അറിയാം ഈ ലോകത്തിന്റെ ഒരു ശക്തിക്കും തന്റെ ജീവനെ തൊടുവാൻ കഴിയുകയില്ല, കാരണം താൻ വഹിക്കുന്ന അഭിഷേകമുണ്ട്. Because he has an anointing which was set over him by Jesus. അവന്റെ മേലുള്ള അഭിഷേകം യേശു ക്രിസ്തുവിനാൽ നൽകപ്പെട്ട അഭിഷേകമാണ്. In Gospel of John chapter 21 verse 18 we read that യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 18-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, Jesus said to Peter,
യേശു പത്രോസിനോട് ഇങ്ങനെ You പറഞ്ഞു, will die only when you become old. നീ മരിക്കാൻ പോകുന്നത് ഏറ്റവും So പ്രായമാകുമ്പോഴാണ്. now when Herod is trying to plot to kill Peter, എന്നാൽ ഇപ്പോൾ പത്രോസിനെ ഹെരോദാവ് കൊല്ലുവാൻ നിലച്ചുകൊണ്ടിരിക്കുമ്പോൾ Peter is not worried. പത്രോസ് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടുന്നില്ല. He is sleeping and snoring അവൻ സുഖമായി ഗാഠനിദ്രയിലാണ്. because he knows I'm carrying an anointing. അവനറിയാം താൻ വഹിക്കുന്ന അഭിഷേകത്തെ. I still got to go to places. എനിക്ക് ഇനിയും അനവധി സ്ഥലങ്ങളിൽ പോകേണ്ടതുണ്ട്. I have an anointing to go to places and preach till I become an old man. എനിക്ക് ഇനിയും അനവധി സ്ഥലങ്ങളിൽ പോയി പ്രസംഗിക്കേണ്ടതുണ്ട് ഞാൻ So വയസ്സാകുന്നതിന് മുൻപ്. nothing can touch me right now. അതുകൊണ്ട് എന്നെ ഒന്നിനും തൊടുവാൻ കഴിയുകയില്ല. Do you see the work of the anointing? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ The ശക്തിയെ same കുറിച്ച്? thing David is saying, today might be a weak day in my life, but I know I have an anointed, I've been anointed as a king. അതേ കാര്യമാണ് ദാവീദ് താനും പറയുന്നത്. ഞാൻ ഇന്ന് ബലഹീനനാണ്, പക്ഷേ ഞാൻ രാജാവാകുവാൻ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്. Nothing can stop me. എന്നെ തടഞ്ഞു വെക്കാനൊന്നിനും കഴിയില്ല. My brother, my sister, എന്റെ പ്രിയ സഹോദര, എന്റെ പ്രിയ don't സഹോദരി, look at your situation, നിങ്ങളുടെ സാഹചര്യങ്ങളെ നോക്കി നിൽക്കരുത്. but say it aloud എന്നാൽ ഉറക്കെ പ്രഖ്യാപിക്കുക, that I am anointed. ഞാൻ അഭിഷിക്തനാണ്. Are you anointed? നിങ്ങൾ വാസ്തവമായ അഭിഷേകം Yes, my പ്രാപിച്ചിട്ടുണ്ടോ? brother, I'm asking you. എന്റെ പ്രിയ സഹോദര, ഞാൻ നിങ്ങളോട് My ചോദിക്കാം. sister, I'm asking you. എന്റെ പ്രിയ സഹോദരി, നിങ്ങളോട് Are you ചോദിക്കാം. anointed by the Holy Spirit? നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടവരാണോ? If you are anointed even in the weakest situation of your life, you would be bold enough to say, I am weak, but I'm anointed to accomplish great things in the name of Jesus Christ. നിങ്ങൾ അഭിഷേകം പ്രാപിക്കപ്പെട്ട വ്യക്തിയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും ബലഹീന നിമിഷങ്ങളിലും ഉറക്കെ പറയാൻ കഴിയും, ഞാൻ ബലഹീനനാണ് പക്ഷേ അഭിഷിക്തനാണ് എന്നുള്ള Nothing കാര്യം. can stop me. എന്നെ ഒന്നിനും തടഞ്ഞു വെക്കുവാൻ കഴിയുകയില്ല. I want to share one more incident from the Bible and I'll close this message. തിരുവെഴുത്തിൽ നിന്ന് ഒരു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് ഈ മെസ്സേജ് We അവസാനിപ്പിക്കാൻ see this in ആഗ്രഹിക്കുന്നു. the book of 2 Kings chapter 9. 2 രാജാക്കന്മാരുടെ പുസ്തകം 9-ാം അധ്യായത്തിൽ Here is a young man whose name is Jehu. യേഹു എന്ന് പറയുന്നതായ യൗവനക്കാരനായ ഒരു മനുഷ്യൻ, And he along with his friends, they are hiding in a place. താനും തന്റെ സ്നേഹിതനുമായ ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുമ്പോൾ, Because King Joram is ruling and his mother Jezebel is the authority over Israel. എന്തുകൊണ്ടെന്നാൽ യോരാം ഇപ്പോൾ നാട് വാണുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ അമ്മ ഇസബേൽ അധികാരത്തിലിരിക്കുന്ന സമയം, Very, very wicked lady. വളരെ ദുഷ്ടയായ ഒരു So സ്ത്രീ. these men are sitting in some place that nobody knows. ഈ യേഹുവും കൂട്ടരും ഒരു സ്ഥലത്ത് ആരും അറിയാതെ Then ഒളിച്ചിരിക്കുമ്പോൾ suddenly Elisha sends a messenger to anoint Jehu. ഏലീശ ഒരു സന്ദേശവാഹകനെ യേഹുവിനെ അഭിഷേകം ചെയ്യുവാൻ പറഞ്ഞയക്കുന്നു. Probably these boys are sitting in fear and insecurity and without a future. ഒരുപക്ഷെ യേഹുവും കൂട്ടരും ഭയപ്പാടോടുകൂടെ ഭീതിയോടുകൂടെയാണ് നാളെക്കുറിച്ച് പ്രതീക്ഷയ്ക്ക് വകയില്ലാതെ ഒളിച്ചിരിക്കുമ്പോൾ. Fear is surrounding them. ഭയം അവരെ ഗ്രസിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ. But that is the time the messenger of Elisha comes and anoints him. പക്ഷെ ആ സമയത്താണ് ഏലീശയുടെ സന്ദേശവാഹകൻ അവിടെ വന്ന് അവനെ അഭിഷേകം His ചെയ്തു. friends recognize the difference. അവന്റെ സ്നേഹിതർ വ്യത്യാസത്തെ തിരിച്ചറിയുന്നു. I want to tell you one thing. നിങ്ങളോടൊരു കാര്യം പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. If you are anointed, you will be somebody different. നിങ്ങൾ അഭിഷേകം ചെയ്യപ്പെട്ടവനെങ്കിൽ നിങ്ങൾ വ്യത്യസ്തനായിരിക്കും. The friends of Jehu saw that Jehu who is coming out of that room is not the same Jehu who went inside. അകത്തേക്ക് പോയ യേഹുവായിട്ടല്ല അഭിഷേകം പ്രാപിച്ചതായ യേഹു ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് They വരുന്നു. saw a difference in him. അവനിൽ ഒരു വ്യത്യാസത്തെ അവർ കാണുകയാണ്. You will be somebody different and people will recognize that difference in you when you get anointed. നിങ്ങൾ ഒരു വ്യത്യസ്തനായി തീരും, വ്യത്യസ്തത മറ്റുള്ളവർ തിരിച്ചറിയുകയും You will create some ripples in the name of Jesus. നിങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചില തരംഗങ്ങളെ സൃഷ്ടിക്കുന്നവരായി You തീരും. got to be anointed. നിങ്ങൾ അഭിഷേകം ചെയ്യപ്പെട്ടവരായി തീരണം. When Jehu came out, his friends saw the difference. യേഹു പുറത്തേക്ക് വന്നപ്പോൾ അവന്റെ സ്നേഹിതന്മാർ ആ വ്യത്യാസത്തെ Now തിരിച്ചറിഞ്ഞു. they are going towards the palace. ഇപ്പോൾ അവർ കൊട്ടാരത്തെ ലക്ഷ്യമാക്കി The പോവുകയാണ്. friends are following Jehu ഇപ്പോൾ അവന്റെ സ്നേഹിതർ അവനെ അനുഗമിക്കുകയാണ്. and they are shouting slogans. അവർ ഉറക്കെ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നു. You know what are they saying? എന്താണ് അവർ പറയുന്നത് നിങ്ങൾക്കറിയാമോ? Jehu is the king. യേഹു ആണ് രാജാവ്. Jehu is the king. യേഹു രാജാവാണ്. No, right now Joram is the king. അല്ല, യോരാമാണ് ഇപ്പോൾ രാജാവ്. But why are they calling Jehu as the king? പക്ഷെ എന്തുകൊണ്ടാണ് ഈ സ്നേഹിതർ
യേഹുവാൻ രാജാവ് എന്ന് They are പറയുന്നത് speaking the anointing. അവർ അഭിഷേകത്തെ കുറിച്ച് പറയുകയാണ്. Because the messenger of Elisha came and anointed Jehu to become the king of Israel. ഏലീശയുടെ സന്ദേശവാഹകൻ യേഹുവിനെ രാജാവായി അഭിഷേകം ചെയ്തിരിക്കുന്നു. Now the fear is gone. ഭയം നീങ്ങിപ്പോയിരിക്കുന്നു. Now the darkness is gone. ഇരുട്ട് മാറിപ്പോയിരിക്കുന്നു. Now the insecurity is gone. അരക്ഷിതാവസ്ഥ മാറിപ്പോയിരിക്കുന്നു. How come all of a sudden this happens? എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഇതെല്ലാം സംഭവിച്ചത്? Only because of the anointing. കാരണം ഒന്നേ ഉള്ളൂ, അഭിഷേകം. Anointing will break the fear that is there in your life. ആമേൻ. അഭിഷേകം നിങ്ങളുടെ ഭയത്തെ തകർത്ത് കളയും. Anointing will break every uncertainty and every insecurity of your life. അഭിഷേകം നാളെക്കുറിച്ചുള്ള ഭീതിയും ഭയത്തെയും നിങ്ങൾ പുറത്താക്കി കളയും. We got to be anointed. നാം അഭിഷേകം പ്രാപിക്കപ്പെട്ടവരായിരിക്കണം. And now they are going to go to accomplish the anointing. അവർ ഇപ്പോൾ മുൻപോട്ട് പോകുന്നത് അഭിഷേകത്തിന്റെ നിവൃത്തീകരണത്തിലേക്ക്. Now they are not afraid about Joram. അവരിപ്പോൾ യോരാമിനെ കുറിച്ച് Now they ഭയപ്പെടുന്നില്ല. are not afraid about Jezebel. അവർ ജെസബേലിനെ കുറിച്ച് ഭയപ്പെടുന്നേയില്ല. Oh, now maybe Jehu is saying like this. ഒരു പക്ഷേ യേഹു ഇപ്രകാരം പറയുന്നുണ്ടാകാം, I was weak but I'm anointed. ഞാൻ ബലഹീനനായിരുന്നു, പക്ഷെ ഞാൻ അഭിഷേകം പ്രാപിക്കപ്പെട്ടു. I was in fear but now I'm anointed. ഞാൻ ഭയത്തിൽ ഗ്രസിച്ചിരുന്നു, പക്ഷെ ഇപ്പോൾ ഞാൻ I was അഭിഷിക്തനാണ്. in insecurity but now I'm ഞാൻ anointed. അരക്ഷിതാവസ്ഥയിലായിരുന്നു, പക്ഷെ ഇപ്പോൾ ഞാൻ അഭിഷിക്തനാണ്. An energy passes through their life. അവരുടെ ജീവിതത്തിൽ കൂടെ ഒരു ശക്തി പ്രവഹിക്കുകയാണ്. That is what anointing does. അതാണ് അഭിഷേകം ചെയ്യുന്ന കാര്യം. It will turn all your discouragement into encouragement and boldness. നിങ്ങളുടെ എല്ലാ നിരുത്സാഹത്തെയും ധൈര്യവിഹീനതയും മാറ്റിക്കൊണ്ട് ശക്തന്മാരാക്കി തീർക്കുന്ന അഭിഷേകം. So everybody shouting, Jehu is the king. എല്ലാവരും ഉറക്കെ പ്രഖ്യാപിക്കുന്നു, യേഹു രാജാവാണ്. Suddenly Joram sends one of his horsemen. പെട്ടെന്ന് യോരാം ഒരു കുതിരക്കാരനെ അവരുടെ നേരെ അയക്കുന്നു. Go and find out what's happening there. എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് കണ്ടറിഞ്ഞു വരിക. The man comes in the uniform of Joram. യോരാമിന്റെ ഒരു പടയാളിയാണ് ഇപ്പോൾ ഇവരുടെ നേരെ വരുന്നത്. He's riding the horse that was given to him by Joram. യോരാമിനാൽ നൽകപ്പെട്ട കുതിരയുടെ പുറത്താണ് He's having the weapon that is given to him by Joram. യോരാമിനാൽ നൽകപ്പെട്ട ആയുധം വഹിച്ചുകൊണ്ടാണ് ഈ മനുഷ്യൻ വരുന്നത്. But when he comes and inquires Jehu, അവൻ വന്ന് യേഹുവിനോട് കാര്യം അന്വേഷിച്ചു Jehu കഴിയുമ്പോൾ tells him nothing. യേഹു അവനോട് വേറൊന്നുമല്ല പറയുന്നത്, But just tells him, come and follow me. മറിച്ച് എന്നെ അനുഗമിക്കുക എന്ന് അവനോട് പറയുന്നു. This is interesting. ഇത് വളരെ രസകരമല്ലേ? You know what does that man do? നിങ്ങൾക്കറിയാമോ ആ മനുഷ്യൻ എന്താ ചെയ്തതെന്ന്? He just falls in front of that anointing. അവൻ ആ അഭിഷേകത്തിന് മുൻപാകെ വീഴുകയാണ്. He starts following Jehu. അവൻ യേഹുവിനെ പിന്തുടരുവാൻ താല്പര്യപ്പെട്ടു. Along with the other crowd, he's also shouting, Jehu is the king. മറ്റുള്ളവരോട് ചേർന്ന് അവനും ഉറക്കെ പ്രഖ്യാപിക്കുന്നു, യേഹു രാജാവാണ്. He's still wearing the uniform of the army of Joram. യോരാമിന്റെ സൈന്യത്തിന്റെ യൂണിഫോമാണ് അവൻ ഇപ്പോൾ He is ധരിച്ചിരിക്കുന്നത്. still having the sword given to him by Joram. യോരാമിനാൽ നൽകപ്പെട്ട വാളാണ് അവന്റെ കയ്യിൽ ഇപ്പോഴും ഇരിക്കുന്നത്. He's still riding the horse given to him by Joram. അവൻ ഇരിക്കുന്നതായ കുതിര യോരാമിനാൽ നൽകപ്പെട്ടതാണ്. But what is he doing? He's shouting, Jehu is the king. പക്ഷെ എന്താണ് അവൻ ചെയ്യുന്നത്? അവൻ യേഹു രാജാവാണെന്ന് ഉറക്കെ പറയുന്നു. Anointing will make even your enemies to become your followers. അഭിഷേകം നിന്റെ ശത്രുവിനെ നിനക്ക് അനുകൂലമായി തിരിക്കുവാൻ തക്കോണം ശക്തമേറിയതാണ്. Joram sends the second one. യോരാം മറ്റൊരുവനെ അയക്കുന്നു. It happens the same. വീണ്ടും അങ്ങനെ തന്നെ സംഭവിക്കുന്നു. Now Joram goes to inquire himself. ഇപ്പോൾ യോരാം തന്നെ തന്നെ ഈ കാര്യം അന്വേഷിക്കുവാൻ വരികയാണ്. Because he understood one thing. ഇപ്പോൾ അവനൊരു കാര്യം മനസ്സിലായി. If I keep sending people to Jehu, ഞാൻ ആളുകളെ തുറമാനമായി യേഹുവിന്റെ അടുക്കിലേക്ക് അയച്ചാൽ nobody's going to come back. ആരും മടങ്ങി വരികയില്ല. Because this man is carrying an anointing. എന്തുകൊണ്ടെന്നാൽ യേഹുവിൽ വ്യാപരിക്കുന്ന ഒരു And അഭിഷേകം. anointing will make others to follow him. അഭിഷേകം മറ്റുള്ളവരെ തന്നെ പിന്തുടരുവാൻ പ്രേരിപ്പിക്കുന്ന ഉത്സാഹിപ്പിക്കുന്നതുമാണ്. Ultimately, Joram was killed by Jehu. ഒടുവിൽ യോരാം യേഹുവിനാൽ കൊല്ലപ്പെടുന്നത് നാം കാണുന്നു. Jezebel was killed. ഇസബേലും Jehu കൊല്ലപ്പെട്ടു. becomes the king of Israel. യേഹു ഇസ്രായേൽ രാജാവായി It തീർന്നു. all happened because of the anointing that he was carrying. ഇതെല്ലാം സംഭവിക്കുന്നത് അവനിൽ വീണ വ്യാപരിക്കുന്ന അഭിഷേകത്താലാണ്. I am weak, but I'm anointed. ഞാൻ ബലഹീനനാണ്, പക്ഷെ ഞാൻ അഭിഷിക്തനാണ്. Today I want you to say that. ഇന്ന് നിങ്ങൾ അതെന്നോട് ചേർന്ന് പറയണമെന്ന് ഞാൻ Look at ആഗ്രഹിക്കുന്നു. your situation. നിങ്ങളുടെ സാഹചര്യങ്ങൾ നോക്കിക്കേ. Speak to your situation. നിങ്ങളുടെ സാഹചര്യത്തെ നോക്കിക്കൊണ്ട് പറയുക. Speak to your situation. സാഹചര്യത്തെ നോക്കിക്കൊണ്ട് പറയുക. It may not be looking any hopeful.
ഒരുപക്ഷെ പ്രതീക്ഷയൊന്നും നൽകുന്നതായിരിക്കണമെന്നില്ല. It might not be looking that great. അത് വളരെ സന്തോഷം നൽകുന്നതായിരിക്കണമെന്നില്ല. But my friend, എന്നാൽ എൻ്റെ പ്രിയ സഹോദരൻ, look at your situation നിങ്ങളുടെ ജീവിത സാഹചര്യത്തിലേക്ക് നോക്കുക. and say, I am weak today, but I am anointed. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞ ഞാൻ ബലഹീനനാണ്, പക്ഷെ അഭിഷിക്തനാണ്. I have an anointing to accomplish great things. എനിക്കൊരു അഭിഷേകമുണ്ട്, പൂർത്തീകരിക്കേണ്ടുന്ന ഒരു അഭിഷേകം. When you will keep saying that, you will see great and mighty things happen. നിങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുത കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നത് കാണുവാനിടയാകും. David became the king of Israel ദാവീദ് ഇസ്രായേൽ രാജാവായി തീർന്നു. only because he did not quit in the times of challenge. അവൻ്റെ ജീവിതത്തിൻ്റെ വെല്ലുവിളിയുടെ മുഖത്ത് അവൻ ഇട്ടെറിഞ്ഞ് പോകാതിരുന്നത് കൊണ്ട് But he kept saying, I'm anointed. അവൻ വീണ്ടും വീണ്ടും ഉറക്കെ പറഞ്ഞത് ഞാൻ അഭിഷിക്തനാണ് എന്ന്. You got to keep saying, I'm anointed in your weakest moment. നിങ്ങൾ നിങ്ങളുടെ ജീവിത തുടർമാനമായി ഉറക്കെ പ്രഖ്യാപിക്കണം, ഞാൻ അഭിഷിക്തനാണ് എന്ന്. God will make you a vessel of honor. ദൈവം നിങ്ങളെ ഒരു മാനപാത്രമാക്കി തീർക്കുക. I want to pray for you right now. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ എനിക്ക് I താല്പര്യം. don't know what situation you are in, നിങ്ങൾ ഏത് സാഹചര്യത്തിലാണ് എന്ന് ഞാൻ അറിയുന്നില്ല. but all I want to tell you, your God is able. എന്നാൽ ഒരു കാര്യം നിങ്ങളോട് പറയാം, നമ്മുടെ ദൈവം ശക്തനാണ്. Your God is able. നമ്മുടെ ദൈവം സർവശക്തനാണ്. Let's close our eyes. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. Father God, I want to pray and bless my brothers and sisters. പ്രിയ പിതാവേ, എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. Lord, in their weakest moment, let them remember the anointing that they are carrying. അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ബലഹീനത നിറഞ്ഞ സമയത്ത് അവർ വഹിക്കുന്ന അഭിഷേകത്തെക്കുറിച്ച് Let them guard ബോധമുണ്ടാകട്ടെ. their anointing and let them go forward and accomplish the things that you have called them. അവരുടെ അഭിഷേകത്തെ സൂക്ഷിക്കുവാനും അഭിഷേകത്തിനനുസരിച്ച് പ്രവർത്തിപ്പാനും ദൈവം അവർ കൃപ കൊടുക്കുമാറാകണമേ. Lord, you are the author and the finisher. ദൈവമേ, അങ്ങാണ് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനും. And Lord, I pray that you will help them to finish their race well in that anointing that they are carrying. ദൈവമേ, അങ്ങ് അവർ കൊടുത്ത അഭിഷേകത്തിൽ അവരുടെ ഓട്ടം പൂർത്തീകരിക്കുവാൻ അങ്ങ് അവരെ സഹായിക്കുമാറാകണമേ. When they feel like quitting, let them remember their anointing. മടുത്തുപോകുന്ന അവസ്ഥയിലും അവരുടെ അഭിഷേകത്തെക്കുറിച്ച് അവർ ഉറപ്പുള്ളവരാകട്ടെ. Bless them, Lord. In the name of Jesus, I pray. Amen. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. Have a wonderful week ahead. അത്ഭുതകരമായ ഒരാഴ്ച നിങ്ങൾക്ക് നേരുന്നു. Let this week be a week of anointing. ഈ ആഴ്ച അഭിഷേകത്തിൻ്റെ ആഴ്ചയായി തീരട്ടെ. And just keep saying, I am weak, but I am anointed. വീണ്ടും വീണ്ടും പറയുക, ഞാൻ ബലഹീനനാണ്, പക്ഷേ ഞാൻ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്. We request your prayers and your generosity. നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾക്ക് ആവശ്യമാണ്.